ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കിടുവാണേ, ആരും മറക്കാതെ കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ പുതിയൊരു അവതാരത്തെ ഇറക്കുവാണ്. അപ്പോൾ ആ കുട്ടി വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അശ്വിൻ്റെ വീട് കണ്ടതും വാവ്, അപ്പോൾ ഈ കൊട്ടാരത്തിലാണ് കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് വാഴുന്നതല്ലേ സർ എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ഇപ്പൊ കിരീടം വയ്ക്കാത്ത രാജാവൊന്നായിട്ടില്ല, അങ്ങനെ ആവാൻ വേണ്ടിട്ടാ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. വൈകാതെ ഞാൻ ഇവിടുത്തെ രാജാവും നീ ഒരു കൊച്ചു റാണിയും ആവും എന്ന് പറയുമ്പോ ആ പെണ്ണ് പറയും, അതൊരു മോഹിപ്പിക്കുന്ന ഓഫർ ആണല്ലോ സർ. പക്ഷേ ഈ സെലിൻ ആ ചൂണ്ടയിലൊന്നും കൊത്താൻ പോകുന്നില്ല. എന്റെ കണ്ടീഷൻസ് ഒക്കെ സാറിന് അറിയാലോ, എന്നെ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം എന്ന് പറയുമ്പോ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് അഞ്ജലിയോട് പറയും, അഞ്ജലി ഇത് സെലിൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഹോം നഴ്സിനെ വെക്കുന്നുണ്ടെന്ന്, ആ കുട്ടിയാ ഇത് എന്നങ്ങ് പറയും. അഞ്ജലി ആണെങ്കിൽ അതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലായിരിക്കില്ല. ശ്യാമേട്ട ശ്രുതിയുടെ എന്ന് ചോദിക്കുന്നതും നമ്മുടെ പ്രീതി പറയും, NK ചേട്ടന്റെ കൂടെ പോയതാ ശ്രുതി. ശ്യാമേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യാമിന്റെ കൈ പിടിച്ച് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്യാമിനൊരു ഫോൺ വരും. അധികം ഒന്നും സംസാരിക്കാതെ കട്ട് ചെയ്യാണ് കേട്ടോ. രാജകുമാരി എനിക്ക് പോയിട്ട് അർജന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലും അർജന്റാ ഞാൻ പറയാൻ പോകുന്നത്, ഒക്കെ ഞാൻ വന്നിട്ട് കേട്ടോളാം, ഇപ്പൊ പോയില്ലെങ്കിലേ ആകെ കുഴപ്പമാവും എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിൻ നിന്ന് ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ ഒരു ഗുണ്ട വന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പൊ ആ ഗുണ്ട തിരിഞ്ഞത് നമ്മുടെ ശ്രുതി മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കാണ്. ഓരോരോ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോൾ ശ്രുതി കണ്ണും പൂട്ടിയിട്ട് അവിടെ നിൽക്കാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്യാം വരുന്നുണ്ട്. ശ്യാം പോകുന്നത് നോക്കി നിന്നിട്ട് ശ്രുതി അങ്ങ് ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കേ. അപ്പൊ ആരോ ഓടി എന്ന് നമ്മുടെ ശ്യാമിന് മനസ്സിലാവാണ്. പിന്നാലെ പോവാണ് ശ്യാം. അങ്ങനെ ശ്രുതി ഓടി വരുന്നത് നമ്മുടെ ശ്യാമിന്റെ കയ്യിൽ തന്നെ പെടുകയാണ് കേട്ടോ. അപ്പോ നീ എന്നെ ചതിക്കായിരുന്നു, നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നല്ലേ, പിന്നെ നിങ്ങൾ എന്ത് കരുതി? ചതിക്ക് ചതി തന്നെയാ മറുപടി. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ ചതിച്ചു എന്നല്ലേ? അതേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാമങ്ങ് മുഖം തിരിക്കാണ് കേട്ടോ. എന്നിട്ട് പല്ല് കടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് തെറ്റി, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നിന്റെ ഭർത്താവ് അശ്വിൻ സായിറാം മിസ്സിംഗ് ആയിട്ട് 15ാമത്തെ ദിവസം, അതായത് എന്റെ ആക്ഷൻ പ്ലാനിന്റെ 15ാമത്തെ ദിവസം. ഇന്നത്തോടെ അവന്റെ കഥ തീരും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ ശ്രുതി പറയും, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ രക്ഷിക്കും എന്നും പറഞ്ഞൊരൊറ്റ ഓട്ടാണ് കേട്ടോ. പിന്നാലെ നമ്മുടെ ശ്യാമുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങനെ സ്റ്റക്കായി പോവാണ്. അപ്പൊ ശ്രുതിയെ പിടിച്ച് ഒറ്റ ഉന്ത് വെച്ചു കൊടുക്കേ. ശ്രുതി ചെന്നിട്ട് ഒരു ചുമരിലിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ ബോധമൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ ചുമരുന്ന് ശ്രുതിയെ പിടിച്ച് നമ്മുടെ ശ്യാമിന്റെ നെഞ്ചിലോട്ട് കിടത്താണ് കേട്ടോ. ഒരു തരം സൈക്കോ അല്ലേ. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ബോധം വരുമ്പോൾ ശ്യാം ഉണ്ടാവും അടുത്ത്. അപ്പോഴും നമ്മുടെ ശ്രുതി അശ്വിൻ സാർ എന്ന് വിളിക്കാട്ടോ. ശ്രുതി, എന്നോട് കാണിച്ച ചതിക്ക് മരണത്തെ കുറഞ്ഞ ഒരു ശിക്ഷയും നിനക്ക് ലഭിക്കുന്നതല്ല, പക്ഷേ നീ ആയിപ്പോയി, അതുകൊണ്ടാ നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ശ്രുതി, നിന്നെ ഞാൻ എത്ര സ്നേഹിച്ചു, നീ എന്താ അത് മനസ്സിലാക്കാത്ത? അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നെ ചതിക്കില്ലായിരുന്നു എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ ശ്രുതി പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് മനസ്സിലാക്കുകയും വേണ്ട, നിങ്ങളൊരു പാവ സ്ത്രീ കുടുംബത്തെയും ചതിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയാണ്. ആ സമയത്താണ് നമ്മുടെ സുന്ദരനായ അശ്വിൻ അവിടെ വന്ന അടിയാണ്. എന്നിട്ട് ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട്. അശ്വിൻ സാർ എന്ന് വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിയും പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ശ്യാമാണെങ്കിൽ കൈ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ ശ്രുതിയുടെ. എങ്ങനെയുണ്ട് ഇന്നത്തെ എപ്പിസോഡ്? അടിപൊളിയല്ലേ? അപ്പോൾ കാത്തിരുന്ന് കണ്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. ബൈ.